ഹലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഗൗതം അങ്ങനെ നന്ദയുടെ കോളേജിൽ വന്നേക്കുവാണ്. അപ്പോൾ ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. നന്ദ ലവ് മിഥുൻ ലവ് ബേർഡ്സ് അറ്റ് മെഡിക്കോസ് എന്ന്. അപ്പോൾ നന്ദയുടെ പ്രൊഫസർ വന്നിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ്, ആരാണ് ഈ വൃത്തികേട് കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഗൗതമിൻ്റെ അടുത്ത് സോറി പറയാൻ കേട്ടോ. സോറി മിസ്റ്റർ ഗൗതം എന്ന്. ഗൗതം എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പിങ്കിനെയാണ് കേട്ടോ. പിങ്കി എൻ്റെ സന്തോഷത്തോടെ ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉലാത്തുവാണ് കേട്ടോ. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയാണ്, ആ നെക്ലസ് മോഷണം ആയുധമാക്കി നീ എന്നെ ഇട്ട് കുറേ വട്ട് കളിപ്പിച്ചതല്ലേ നന്ദേ, ഇപ്പോൾ പന്ത് എൻ്റെ കോർട്ടിലാണ്. ഇനി അങ്ങോട്ട് പിങ്കി കോളടിച്ച് തുടങ്ങും. പെട്ടെന്ന് നന്ദ കയറി വരികയാണ് കേട്ടോ. അപ്പോൾ നന്ദേനോട് ചോദിക്കുകയാണ്, നന്ദേ നീ എന്താ താമസിച്ചേ? ഞാൻ താമസിച്ചൊന്നുമില്ലല്ലോ, ഞാൻ ഇന്നും വന്നെ നേരത്തെ തന്നെ റൈറ്റ് ടൈമാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പിങ്കി പറയാണ്, എന്തായാലും കാത്തു നിന്ന് എൻ്റെ കണ്ണ് കഴിച്ചു. നന്ദ എത്തിക്കഴിയുമ്പോൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരാനുള്ളതാ. കോഫി തരണം, സ്നാക്സ് തരണം, രാവിലെ പറഞ്ഞേൽപ്പിച്ച് ജോലികളെല്ലാം ചെയ്തു തീർത്തൊന്ന് ബോധ്യപ്പെടുത്തണം. അതിനിപ്പോൾ എന്തെങ്കിലും വീഴ്ച പറ്റിയാലോ നന്ദയുടെ വഴക്കും കേൾക്കണം. പക്ഷെ എന്താ ഞാൻ നന്ദയെ കാത്തുനിന്നത്? അതൊക്കെ മേലൊരു കാര്യം കാട്ടിത്തരാനാണ്. നന്ദയെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിക്കാൻ. എന്നിട്ട് നന്ദയും ഇതിനും തമ്മിലുള്ള റിഹേഴ്സലിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുക്കാണ് കേട്ടോ നന്ദയ്ക്ക്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് ഡാൻസ് റിഹേഴ്സലോ അതോ ലവ് സീനോ? ഇത് വെച്ച് ഞാനൊരു കലക്കാൻ പോകുന്നതേ. നെക്ലസ് വെച്ചുള്ള നിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടല്ലോ, ഇതോടെ കഴിഞ്ഞു. ഇന്ന് എൻ്റെ ഓഗസ്റ്റ് 15 നിൻ്റെ ഭീഷണിയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം. ഇത് കേട്ട് നന്ദ പറയാണ്, ഞാനും ഇതിനും ഡാൻസ് റിഹേഴ്സൽ ചെയ്യുന്ന ഈ വീഡിയോ വെച്ചിട്ട് നീ എന്ത് ചെയ്യാനാ പിങ്കി? നീ ചെയ്ത ക്രൈം ഉണ്ടല്ലോ, ഈ തൊട്ടപ്പൊട്ട കുമിള കൊണ്ടേ മാഞ്ഞു പോകുന്നതാണോ നിൻ്റെ വിചാരം? അപ്പോൾ പിങ്കി പറയാണ്, ഇത് കുമിളയല്ല, ബോംബാ. നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഭർത്താവിൻ്റെ മനസ്സിലെ സംശയത്തിൻ്റെ ഒരു തീപ്പൊരിയിട്ട അതോടെ ഭാര്യയുടെ കഥ ഡിം. മോഷണമൊക്കെ സില്ലി മാറ്റ്, പക്ഷെ സംശയരോഗം ഉണ്ടല്ലോ, അതെൻ്റെ പൊന്നുമോളെ സകലതും തകർത്ത് തരിപ്പണമാക്കും. അപ്പോൾ പിങ്കിനോട് നന്ദ പറയാണ്, എന്നാൽ നീ ആ തീപ്പൊരി കൊണ്ടുപോയി വിതറ്. വീട്ടുകാരുടെയും ഗൗതം സാറിൻ്റെ മനസ്സിലും എല്ലാം കൊണ്ടുപോയി വിതറ്. അത് ആളിക്കത്തുമോ കെട്ടടങ്ങോ അതോ ആ തീപ്പൊരി കൊണ്ട് നിനക്ക് വല്ല പൊള്ളലേക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അങ്ങനെ നന്ദ കയറി പോവാണ് കേട്ടോ അകത്തേക്ക്. അടുത്ത സീരിയൽ കാണിക്കുന്നത് ഇന്ത്യവരത്തിൽ എല്ലാവരും ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് പവിത്ര വന്നിട്ട് പറയാണ്, കേട്ടോ വല്യമ്മേ, നന്ദേച്ചിയുടെ ഡാൻസിൻ്റെ ഫൈനൽ റിഹേഴ്സൽ വ്യാഴാഴ്ചയായിരുന്നു, അന്ന് എല്ലാവരും കൊണ്ടുപോകുന്ന നന്ദേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പം മോഹിനി പറയാണ്, അത് കാണാനേ എൻ്റെ പട്ടി പോവും. ആ പേക്കുത്ത് കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിണ്ടല്ലോ. അപ്പോൾ പവിത്ര പറയാണ്, നന്ദേച്ചിയുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഡാൻസ് കഴിഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് നീ വിചാരിക്കണം, നീ നിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിങ്കി അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. പിങ്കി വന്നിട്ട് വല്യമ്മേനോട് പറയാണ്, ഈ ഡാൻസ് അത്ര നിസ്സാര പോക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, നിനക്കത് എത്ര പെട്ടെന്ന് മനമാറ്റം? ഇന്നലെ വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, അവൾ തുമ്മിയ വരെ തുടച്ചു കൊടുക്കലായിരുന്നല്ലോ നിൻ്റെ പണി. അപ്പോൾ പിങ്കി പറയാണ്, എൻ്റെ അമ്മായി സത്യങ്ങൾ പറയുന്നതിലേ എന്താ തെറ്റ്? ഈ ഡാൻസിൻ്റെ പോക്ക് കണ്ടിട്ടേ വല്യമ്മയൊക്കെ എന്താണ്ട് ഭയപ്പെട്ടിരുന്നത് അത് കണ്ടിട്ട് തന്നെ സംഭവിക്കുന്ന മട്ട. നന്ദയുടെ ഡാൻസ് പാർട്ട്ണറെ ഹാർട്ട് പാർട്ട്ണറായി മാറുമോ എന്നൊരു സംശയം. അപ്പോൾ ലക്ഷ്മി ദേഷ്യത്തിൽ പറയാണ് കേട്ടോ, പിങ്കി നന്ദമോളെ പറ്റി അനാവശ്യം പറയരുത്. നിനക്ക് നന്ദമോളോട് ശത്രുതയുണ്ടെന്ന് വെച്ചിട്ട് ഇതുപോലുള്ള തോന്നിവാസം പറഞ്ഞ് പരത്തിയല്ല അത് തീർക്കേണ്ടത്. ലക്ഷ്മി അമ്മ എന്നെ ചാടിക്കടിക്കാൻ വന്നിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞ തോന്നിവാസമാണെങ്കിലേ ഇത് കണ്ടിട്ട് തീരുമാനിക്കുക എന്ന് പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. പവിത്രയൊക്കെ വീഡിയോ കാണാണ്. പവിത്ര വേഗം ഫോൺ വാങ്ങിച്ചിട്ട് വീഡിയോ കണ്ടിട്ട് പറയണേ, അയ്യോ നീ തൊട്ടും തലോടിയൊക്കെ. അങ്ങനെ ഇന്ത്യവരത്തിൽ എല്ലാവരും വീഡിയോ കാണാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, ദൈവമേ ഇവളിത് എന്ത് ഭാവിച്ച് ഇന്ത്യവരത്തിലുള്ളവർ ഇനി എങ്ങനെ പുറത്തിറങ്ങിയ ആൾക്കാരുടെ മുഖത്ത് നോക്കും. അടുത്ത സീനിൽ ഗൗതമിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഗൗതം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കോളേജിൽ വെച്ച് നടന്ന സംഭവം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. നന്ദയും മിഥുനും തമ്മിലുള്ള ഡാൻസും പിന്നെ നന്ദയുടെയും ഇതിൻ്റെയും പേര് ബോർഡിൽ എഴുതി വെച്ചിരുന്നതും അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഗൗതം. അപ്പോൾ നന്ദ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഗൗതം സാർ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്, മുമ്പ് എങ്ങും ഇല്ലാത്ത പോലത്തെ ഒരു ടെൻഷൻ. ഒന്നുമില്ല നന്ദ, ഒരുപാട് ഒഫീഷ്യൽ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. എൻ്റെ പ്രശ്നം മാറ്റാൻ എൻ്റെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട്. ഞാൻ എന്ത് പ്രഷർ ഉണ്ടായാലും അങ്ങനെയാണ് മാറ്റുന്നത്. എള്ളുണ്ട മിഠായി ചോദിച്ചുകൊണ്ടേ കണ്ണടിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഗൗതം നന്ദേനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഗൗതമിൻ്റെ ഫോണിലേക്ക് പിങ്കിയുടെ മെസ്സേജ് വരികയാണ്, വീഡിയോ മെസ്സേജ്. വീഡിയോ എടുത്ത് നോക്കിയിട്ട് ഗൗതം ഇങ്ങനെ അസ്വസ്ഥനാവുകയാണ് കേട്ടോ. പെട്ടെന്ന് റൂമിലേക്ക് പിങ്കി വന്നിട്ട് പറയാണ്,
ഗൗതം നന്ദ രണ്ടാളോട് നിന്ന് താഴോട്ട് വരാൻ പറഞ്ഞു. വല്യമ്മ ഇതൊക്കെ കാത്തിരിക്കുക, പെട്ടെന്ന് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ വലിയ സാഹചര്യമാണെന്ന് പറയാണ്. ഇത് കേട്ട് സംശയം തോന്നിയിട്ട് പിങ്കിയുടെ മുഖത്തേക്ക് നോക്കുവാണ് നന്ദ എന്നിട്ട് പെട്ടെന്ന് ധൃതിയിൽ താഴോട്ട് പോകുകയാണ് കേട്ടോ. ആ ഗ്യാപ്പിൽ പിങ്കി നമ്മുടെ ഗൗതമിനോട് പറയാണ്, ഞാൻ അയച്ച വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലേ, എന്ത് തോന്നി എന്നിട്ട്? അപ്പോൾ ഗൗതം പറയാണ്, ഒന്നും തോന്നിയില്ല. നീ എന്തുദ്ദേശിച്ചാൽ അത് ഇട്ടേന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ആ ഉദ്ദേശം ഏറ്റില്ല. പിന്നെയും പിങ്കി പരാജയപ്പെടുന്നതിൽ എനിക്ക് സങ്കടമുണ്ടെന്ന് പറഞ്ഞ് ഗൗതം ഇറങ്ങി പോകണം കേട്ടോ. പിങ്കി ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഇന്ത്യ വരത്തിൽ എല്ലാവരും ഇത് ചർച്ചയാക്കണം കേട്ടോ. ഗൗതമിനോട് മഹേശ്വരൻ പറയാണ്, മറുപടി പറയട ഗൗതം, എന്താ നിന്റെ തീരുമാനം? ഇതിനെന്താ ഒരു സൊല്യൂഷൻ? നിന്റെ ഭാര്യ ഏതോ ഒരുത്തനെ കെട്ടിപ്പിണർന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, പിങ്കിയുടെ മൊബൈലുണ്ട്. അവൾക്കത് ആരും അയച്ചു കൊടുത്തതാ. ഇതുപോലെ ആർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവുമെന്ന് ആർക്കറിയാം? അതിനെ കൈമാറി എവിടെയൊക്കെ ചെന്ന് കാണോ, ആരൊക്കെ കണ്ടു കാണോ ഈശ്വര. ആലോചിക്കുമ്പോൾ അത് സർവാംഗം തരിച്ചു കയറുക. അപ്പം അരുന്ധതി പറയാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമല്ലേ, കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിയില്ലേ, അങ്ങനെയൊക്കെ പറ്റിപ്പോയെന്ന് വിചാരിച്ച് ഞാനങ്ങ് പുറത്തേക്കാം. പക്ഷെ ഇനി ആ കുത്തൊന്നും ഇവിടെ നടപ്പിലാവില്ല. ഈ നിമിഷം ഇവിടെ വെച്ച് ഡാൻസും കാർണിവലും ഒക്കെ നിർത്തിക്കൊള്ളണം. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്, മാറ്റമില്ലാത്ത തീരുമാനം. ഇത് കേട്ട് നന്ദ വിഷമിക്കുവാണ് കേട്ടോ. അപ്പോൾ ഗൗതം പറയാണ്, ഞാനല്ലേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, നന്ദയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നന്ദ ഇങ്ങനെ ഗൗതമിനെ നോക്കുവാണ്. ഗൗതം പറയാണ്, അവളെ എൻ്റെ ഭാര്യ മാത്രമല്ല, സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം നന്ദയ്ക്കുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഞാൻ വിട്ടിരിക്കുകയാണ് ഈ കാര്യം. അതും പറഞ്ഞ് ഗൗതം മേളിലേക്ക് കയറി പോവാണ് കേട്ടോ. അരുന്ധതി നന്ദയോട് ചോദിക്കാണ്ട്, പറയടി, എന്താ നിൻ്റെ തീരുമാനം? ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണോ? അപ്പോൾ നന്ദ പറയാണ്, അതെ, ഒരു ഡാൻസ് പെർഫോമൻസ് കൊണ്ടേ എൻ്റെ അഭിമാനം ഉരുകി കളിച്ച് പോകുന്നതെന്ന് ഞാൻ കരുതുന്നില്ല വല്യമ്മേ. എന്നിൽ കളങ്കമില്ലെന്ന് ഞാൻ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വ്യക്തിത്വം പണയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ടീമായിട്ടാണ് ഞാനും ഇതിന് മത്സരിക്കുന്നത്. ഞാൻ പിന്മാറിക്കഴിഞ്ഞാൽ അവനും മത്സരിക്കാൻ പറ്റില്ല. ഞാൻ മൂലം ഒരു മത്സരം നഷ്ടപ്പെടും. അത് ചതിയാ. ആ ചതിക്ക് ഞാനില്ല. അതുകൊണ്ട് എല്ലാവരോടും സോറി. ഈ കോമ്പറ്റീഷനിൽ എനിക്ക് പങ്കെടുത്തേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് നന്ദ കയറി പോവാണ് കേട്ടോ. അങ്ങനെ പിങ്കി ഇപ്പോൾ പൊട്ടുമെന്ന് വിചാരിച്ചിട്ട് ബോംബ് ചീറ്റി പോവാണ്. അടുത്ത സീനിൽ പിങ്കി ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹിനി ചെറിയമ്മ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. എന്നിട്ട് മോഹിനി ചെറിയമ്മ പറയാണ്, എത്രയൊക്കെ പഠിപ്പും വിവരമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ വെറും വട്ടപൂജ്യമാണെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. ഞാൻ ആ ഗൗതമിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ത് മണ്ടത്തരം അവൻ ഇന്നലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞത്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അവൻ ആ നന്ദിയെ ന്യായീകരിച്ചല്ലേ സംസാരിച്ചത്. അവളുടെ അഴിഞ്ഞാട്ടം കണ്ടുപിടിച്ച് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ നമ്മളൊക്കെ വിഡ്ഢികളായി. അപ്പോൾ പിങ്കി പറയാണ്, വിഡ്ഢികളായതല്ല അമ്മായി, മനഃപൂർവ്വം നമ്മളെ അങ്ങനെ ആക്കിയതാ. നമ്മൾ കണ്ടതും കേട്ടതും ഒന്നും ശരിയല്ല. ഗൗതം നമ്മുടെ മുമ്പിലേക്ക് അഭിനയിക്കുക. സ്വന്തം ഭാര്യ ഇങ്ങനെ കണ്ണി കണ്ട അലവലാദികളുടെ കൂടെ അഴിഞ്ഞാടാൻ പോകുന്നത് ഏതെങ്കിലും അന്തസ്സുള്ള ഭർത്താവിന് ഇഷ്ടപ്പെടുമോ? അപ്പോൾ ഈ പോക്കിൽ ഗൗതത്തിന് നല്ല ദേഷ്യം ഉണ്ടാവില്ലേ? അതാ പറഞ്ഞത്, അതൊരു നാടക. പക്ഷെ അതിനൊരു പരിധിയുണ്ട്, അത് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ മോഹിനി പറയാണ്, അവനായിട്ട് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിങ്കി പറയാണ്, നമ്മളായിട്ടത് ചെയ്യും. ഇത്രയൊക്കെ കണ്ടിട്ട് മനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നവനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അമ്മായി, നന്ദയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ഗൗതം എന്തിനും അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരുത്തരം അവർക്കിടയിൽ വളർന്നു വന്നാലുണ്ടല്ലോ, ആ ഇഷ്ടം വെറുപ്പാവാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും എടുക്കില്ല. മിഥുന് നന്ദയായിട്ട് എത്രത്തോളം അടുക്കുന്നുവോ അതിൻ്റെ ഇരട്ടി അവരുമായിട്ട് അകലും. അതായിരിക്കും ഈ കലാപരിപാടിയുടെ അന്ത്യവും. അമ്മായി നോക്കിക്കോ. ഇങ്ങനെ പറഞ്ഞ മോഹിനിയും പിങ്കിയും സന്തോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ എപ്പിസോഡ് തീരുവാണ്.